അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരംതിരിക്കുക? ഈ ഒരു ഇപ്പോൾ പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിന് പോലും ചിലപ്പോൾ ആളുകൾ പഴിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ 2 ദിവസത്തിന് മുന്നേ ഹൻസിക കൃഷ്ണയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയ ഒരു വിഷയമാണ്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 18+ കാരണം യൂട്യൂബ് തന്നെ ആ വീഡിയോ എടുത്ത് റിമൂവ് ചെയ്ത് കളയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഹൻസികയും പിന്നെ അവരുടെ ഫാമിലി എല്ലാം കൂടെ ബാക്ക് ടു ബാക്ക് എല്ലാ ചാനലുകൾക്കും സ്ട്രൈക്ക് കൊടുക്കുമായിരുന്നു. അതായത് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു സാധനം അതെടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തതിനാണ് ഇവർ ഓടി നടന്ന് സ്ട്രൈക്ക് അടിക്കുന്നത്. അപ്പം ഇവർക്ക് എന്തും കാണിച്ച് ഇവർക്ക് എന്തും പറയാം, ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഈ അഹാന കൃഷ്ണയുടെയും ഹൻസികയുടെയും ഒരു ഇൻ്റർവ്യൂ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരി അത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് സൈബർ അറ്റാക്ക് ആണ് ചിലപ്പോഴൊക്കെ. അത് ചിലപ്പോൾ ആഴ്ചയിലും മാസം ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ ആയതിനു ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തൻ്റെടായതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് കിട്ടുന്നത്? അത് ഇവരുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ വന്ന് സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെല്ലാവരും കേട്ടതാണ് അല്ലേ. അപ്പം ഇവരായിട്ട് തന്നെ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാണ്. പണ്ട് സത്യം പറഞ്ഞാൽ അഹാന കൃഷ്ണയായിരുന്നു ഏറ്റവും കൂടുതൽ ബുള്ളിങ് കേൾക്കുന്നത്. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ അഹാനയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ചീത്തവിളി കേൾക്കാത്ത ഏക വ്യക്തി. കാര്യം അഹാന എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നില്ല ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ഈവൻ പുള്ളിക്കകത്തിടെ സബ്സ്ക്രിപ്ഷനകത്ത് പോലും പേഴ്സണൽ വ്ളോഗും കാര്യങ്ങളുമാണ്. അല്ലാതെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഓരോ ഫോട്ടോസ് ഇടുക, വീഡിയോ ഇടുക, ഈ ഹൻസിക ചെയ്ത കണക്കുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും പുള്ളിക്കാരത്ത് ചെയ്തിട്ടില്ല. വന്നു വിടുന്നത് ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ ഐ വാസ് 14. അന്ന് കോവിഡ് ആയ ടൈമാണ്. കോളേജ് സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷേ വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ തന്നെ പണ്ട് തൊട്ടേ ഒരു എക്സ്പീരിയൻസ് കിട്ടിയുണ്ട്. ഇനിയിപ്പം എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ഹൻസിക പറയണത്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹൻസികയുടെ പറ്റിയോ ഹൻസികയുടെ ചേച്ചിമാരെ പറ്റിയൊന്നും പറയുന്നില്ല. ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. പണ്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, മാന്യമായിട്ട് നടക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആ പുള്ളി ഇൻ്റർവ്യൂ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എന്താണ്ട് ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ വരെ ഇറങ്ങി പുറത്ത് വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പം അവർക്കല്ലേ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഇപ്പം ഈ സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കര രീതിയിൽ നേരിട്ട് നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ എഫക്റ്റഡ് ആവുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നതും നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 years ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ ഓൺലി. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഫേസ് ചെയ്തൊരു വ്യക്തിക്ക് ഇത്തരം സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒന്നും വലിയ വിഷയമൊന്നും അല്ല. അതിലിപ്പോൾ അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ള ചാനലിലൊക്കെ സ്ട്രൈക്ക് കൊടുക്കുന്നത്? അത് ശരിയുള്ള കാര്യമാണോ? വിമർശനങ്ങൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളല്ല, നിങ്ങളെ നെഗറ്റീവ് കമൻസ് ഇടുന്നത് പ്രശ്നമല്ല, കണ്ട് മരവിച്ചതുകൊണ്ട് ഒരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കുന്നു? അത്ര ശരിയുള്ളൊരു പരിപാടിയാണോ? അല്ല. അപ്പം നിങ്ങൾ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ബാക്കിയോടെ കാണാം. അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പൊ വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവർ തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ആക്ച്വലി യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മു ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛനും പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി കോവിഡ് നമുക്ക് സ്കൂളൊന്നും. അത് സത്യമാണ്. കാര്യം ഇവർ കോവിഡ് ടൈമിലായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഭയങ്കര രീതിയിലായിരുന്നു ഇവർ പെട്ടെന്നായിരുന്നു വളർന്നത്. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആയി കഴിഞ്ഞാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയാലും ഭയങ്കരമായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ വ്ളോഗുകൾ ഇഷ്ടമാണ്, ഇവരുടെ ഡെയിലി ലൈഫ് കാണാനായിട്ട് ഇഷ്ടമാണ്, പല ആൾക്കാർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ?
ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ തന്നെ ഇപ്പോൾ അവസാനം പുച്ഛിക്കുന്ന ഒരു രീതിയിലോട്ടൊക്കെയാണ്. പ്രത്യേകിച്ച് ദിയ കൃഷ്ണയുടെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അതിനകത്ത് വ്യക്തമാണ്, പുച്ഛമാണ്, പട്ടി പുച്ഛമാണ്. ഇപ്പോഴും ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർക്ക് അങ്ങ് മരിക്കുവാണ്. അയ്യോ എൻ്റെ മക്കൾ, അയ്യോ എൻ്റെ അങ്ങടെ ജീവനാണ്. നിങ്ങൾക്കൊക്കെ വെറും പട്ടി വിലയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗ് ഒക്കെ എടുത്ത് അമ്മൂൻ്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ എൻ്റെ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ് അതൊക്കെ. പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മൂൻ്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇപ്പൊ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അത് വെച്ചിട്ട് മാത്രമാണ് ഇവരെല്ലാവരും ഫേമസ് ആയത്. അല്ലാതെ ഇവരുടെയൊക്കെ സ്വന്തം കഴിവിൽ ഇവർ കയറി വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതേ കണക്കായിരിക്കും ഈ കാണുന്ന ഓഡിയൻസിന്, അല്ലേ? ഇപ്പം കുറേ ആൾക്കാർ ഇറങ്ങും, അയ്യോ ഞങ്ങളുടെ അൻസിക്ക് എന്തിനാ അതിനെ വിഷമിപ്പിക്കുന്നത്, എന്തിനാ അതിനെപ്പറ്റി കുറ്റം പറയുന്നത്. എടേ അവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പലതും കാണിക്കാം, നമ്മളൊക്കെ വിമർശിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കുറ്റം. മനസ്സിലായേ? ബേസിക്കലി ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എൻ്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്തു. അതേപോലെ ഹൻസിക്കയുടെ ചാനലിൽ ഹൻസിക്കയുടെ പെർസ്പെക്റ്റീവ് ഇടുന്നു. നമ്മൾ അതിനെ ഇത്രയായിട്ടാണ് കാണുന്നത്. ഹൻസികയുടെ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പം സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം ഏകദേശം 4000 അങ്ങാണ്ടായി. ഇത്ര പെട്ടെന്ന് 4000 സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തികളൊന്നും ഇല്ല കേട്ടോ. ലക്ഷങ്ങളാണ് വരുമാനം. എന്തായാലും ആ പേഴ്സ്പെക്റ്റീവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഹൻസികയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറിയാം കേട്ടോ സോഷ്യൽ മീഡിയയുടെ ഒരു ടേസ്റ്റ് എന്താണ്, എന്തിട്ട് കഴിഞ്ഞാൽ റീച്ച് വരുമെന്ന് ഈ കൂട്ടത്തിൽ എല്ലാവരെ കാട്ടി മനസ്സിലാക്കിയൊരു വ്യക്തി ഹൻസികയാണെന്ന് തോന്നുന്നു. കാര്യം ഒറ്റയടിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറി വരുമെന്ന് പറയണത് നിസ്സാരപ്പെട്ട കാര്യമല്ല, അല്ലേ? അതായത് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. അതേണക്ക് തന്നെ ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ 2-3 വട്ടം ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നോക്കിയിട്ടൊക്കെയാണ് ഇടുന്നതെന്നൊക്കെ. എനിക്ക് അതായത് യാതൊരു എന്തു പറയണ്ട ഒരു ലോജിക്കും ഇല്ലാത്തൊരു വർത്തമാനമായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. ഇവരങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂടെ? ഏതെങ്കിലും ഒരു മനുഷ്യർ അതിനെ നല്ലത് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ തലയ്ക്ക് വല്ല അസുഖമായിരിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലേ? ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ രേണുവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്തോ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടോ? അത് കറക്റ്റാണ്. രേണു മാത്രമല്ല, സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനെയൊക്കെയുള്ള കോണ്ടന്റുകൾ ഇങ്ങനെ പുറത്ത് വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വിമർശിക്കും. അതിപ്പോൾ രേണു അല്ല, ഇനിയിപ്പോൾ വേറെ ആര് ചെയ്ത് കഴിഞ്ഞാലും അത് തെറ്റെന്നേ നമ്മൾ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരം തിരിക്കുക? ഈ ഒരു ഇപ്പോൾ പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയാം, ഈ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി തന്നെ വെക്കണം. അതിനിപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിനകത്തൂടെ പ്രൈവറ്റ് ആക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഈ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും എടുത്തിട്ട് അവരതിൽ നിന്ന് വെളിയിൽ വിടും. ഇനിയിപ്പം അല്ലെങ്കിൽ വേറെ പല സൈറ്റുകളിലും അത് കൊണ്ടുവന്ന് പെയ്ഡായിട്ട് സെല് ചെയ്യാൻ നോക്കും. മനസ്സിലായി? ഈവൻ തോ നിങ്ങൾ ഒരു എന്തോ പറയണ്ട നല്ല രീതിയിൽ ഒരു ഡ്രസ്സിങ് ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എടുത്താൽ തന്നെ ഇന്നത്തെ കാലത്ത് AI ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവർ വേറെ രീതിയിൽ അത് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാനേ നോക്കത്തുള്ളൂ. മനസ്സിലായോ? സോ നിങ്ങളുടെയൊക്കെ സേഫ്റ്റി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം സ്വന്തം ലൈഫ് ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് തുറന്നിങ്ങനെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഡീറ്റെയിലായിട്ടുള്ള വ്ലോഗിൽ വന്ന കാര്യത്തിൽ ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ വ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസസ് ആൻഡ് ദെൻ തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിന് എഡിറ്റ് ചെയ്യും. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോലത്തെ സാധനങ്ങൾ അതിലിപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിരിക്കും. അപ്പം എനിക്ക് ഞാൻ യൂഷ്വലി ആവശ്യമില്ല എന്ന് തോന്നുന്ന ഫുട്ടേജസ് ഒക്കെ ആയിരിക്കും ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. കറക്റ്റാണ്. കാര്യം അങ്ങനെ വേണം. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഓരോ സാധനം പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക ഇതെങ്ങനെയായിരിക്കും ആൾക്കാരുടെ എടുക്കുന്നത്. ഇപ്പം ഞാൻ ജീവിക്കുന്ന ജീവിത ശൈലിയുടെ കണക്കായിരിക്കത്തില്ല മറ്റൊരു ആൾക്കാർ ജീവിക്കുന്നത്. ബിക്കോസ് കൾച്ചർ വൈസ് ഒരുപാട് ഡിഫറൻസ് വരും, അല്ലേ? ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ചില ആൾക്കാർ ഉൾക്കൊള്ളും, ചില ആൾക്കാർ ഉൾക്കൊള്ളാതെ ആയിരിക്കും. അപ്പം ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ബോധം കാണും. അയ്യോ അത് കൊള്ളാമോ ഇല്ലയോ, ഇനി അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി സ്വന്തമായിട്ട് ആർക്കായാലും ഉണ്ടാവും. ഇല്ലാത്തത് നമ്മുടെ കയ്യിലെ തെറ്റല്ല.
ഇപ്പോൾ ഒരു എൻ്റെ വ്ളോഗ്സിനെ, എൻ്റെ ട്രാവൽ വ്ളോഗ്സിനെയൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി അഭിപ്രായമുണ്ട്. പിന്നെ അപ്പൊ എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഇപ്പോ അത് പറഞ്ഞപ്പോൾ ആഹാര നേരെ അങ്ങോട്ടൊന്നും നോക്കുന്നുണ്ട്. വേണ്ടാത്തതൊന്നും ഇട്ടിട്ട് എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന്. അത് സത്യമാണ് കേട്ടോ. പുള്ളിക്കാരത്തിയുടെയൊക്കെ അടിപൊളിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അടിപൊളി വ്ളോഗുകളാണ്. ഇങ്ങനെയുള്ള ഓരോരോ അപരാധങ്ങളോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരത്തി കാണിക്കുന്നതൊന്നുമില്ല. അപ്പം കുഞ്ഞനിയത്തി ആണെങ്കിൽ പോലും, അതായത് ഹൻസിക ആണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന വളരെ നന്നായിരിക്കും. നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ടായിരിക്കത്തില്ല വേറെ ആൾക്കാർ കാണുന്നത്. അത് ഇനിയെങ്കിലും നന്നായി കഴിഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴോ ബാക്കിയുള്ളവരുടെ ചാനൽ അടിച്ച് കളയാനായിട്ട് നിൽക്കുക, അവരെ വെല്ലുവിളിക്കാൻ നിൽക്കുക, അവരുടെ പേര് കേസ് കൊടുക്കാൻ നിൽക്കുക, അതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല. ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഹൻസികയായിരിക്കും ഉറപ്പായിട്ടും. അതിപ്പോഴും അമ്മ വല്ലോ മറ്റേ ആ കൊച്ചിനെ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഹൻസികനോ അല്ല അതോ ഇതോ. ഹൻസിക ഒരു വലിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസികയാണ് വരുന്നത്. പക്ഷെ ഹൻസിക ഒരു കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. അതെ അതെ, ഹൻസിക കൊച്ചുകുട്ടിയല്ലേ. എനിക്കിപ്പോ ഇല്ല പാട്ട് ഓർമ്മ വരുന്നത്, ഉണ്ണി വളർന്നേ കിളിമകളെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലേ. ഇങ്ങനെ കുറെ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേച്ചി എയറിൽ പോയി, അതിന് മുന്നേ അനിയത്തി എയറിൽ പോയി. ഇനി ആ കുടുംബത്തിൽ ഇനി എയറിൽ പോകാൻ ആരുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. അതുമാത്രമല്ല ദിയാകൃഷ്ണയുടെ ആ ഒരു അഹങ്കാരമാണ് ഇപ്പോഴും കേട്ടോ യാതൊരു കുറവില്ലാത്തത്. ദിയാകൃഷ്ണയുടെ വീഡിയോയുടെ താഴെയുള്ള കമൻസുകൾക്ക് ദിയാകൃഷ്ണൻ ഇപ്പോൾ ഓടി നടന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ദിയാകൃഷ്ണയ്ക്ക് യാതൊരു തെറ്റില്ല. ദിയാകൃഷ്ണൻ പറയണത് എന്നെ നെഗറ്റീവ് പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു സ്ലാങ്ങിൽ സംസാരിച്ചത് എന്നാണ്. ഒന്നും പറയുന്നില്ല. എല്ലാം ഒന്ന് മെച്ചമാണ് ഈ കുടുംബത്തിൽ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.